2021 അമേരിക്കൻ മൾട്ടിനാഷണൽ വാഹന നിർമ്മാതാക്കളായ ഫോർഡ് ഇന്ത്യൻ വിപണിയോട് വിട പറഞ്ഞത്. ഇന്ത്യയിലെ നിർമ്മാണവും വിൽപ്പനയും അവസാനിപ്പിച്ച ഫോർഡ് മോട്ടോഴ്സ് ഇന്ത്യയിലേക്ക് തിരിച്ചുവരാൻ ഒരുങ്ങുകയാണ് എന്ന വാർത്ത ഈയിടെ പുറത്തു വന്നിരുന്നു. ഇപ്പോഴിതാ തമിഴ്നാട്ടിലെ ഫാക്ടറി വീണ്ടും തുറന്ന് പ്രവർത്തിപ്പിക്കുന്നതിന് ഫോർഡ് ഒരുക്കങ്ങൾ തുടങ്ങിയിരിക്കുകയാണെന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. ചെന്നൈക്കടുത്ത മറൈമലൈ നഗറിലുള്ള 350 ഏക്കർ വിസ്തൃതിയുള്ള പ്ലാന്റ് വീണ്ടും തുറക്കുന്നത് സംബന്ധിച്ച താൽപര്യപത്രത്തിൽ കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് ഫോർഡ് ഒപ്പുവെച്ചത്. എന്നാൽ യുഎസിലെ ഭരണമാറ്റം കാരണമാണ് തുടർന്നുള്ള പ്രവർത്തനങ്ങൾ വൈകിയത്. ഇതോടെ ഫോർഡ് ഇന്ത്യയിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ അനിശ്ചിതത്വമുണ്ടെന്ന് അഭ്യൂഹങ്ങൾ പ്രചരിക്കുകയും ചെയ്തു. എന്നാൽ ഈ വർഷം രണ്ടാം പാദത്തിൽ ചെന്നൈയിലെ ഫാക്ടറി ഫോർഡ് തുറക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് സർക്കാർ വൃത്തങ്ങൾ. രണ്ടാം വരവിൽ വൈദ്യുത കാറുകളിലേക്ക് കൂടുതൽ ശ്രദ്ധ നൽകാനാണ് ഫോർഡിന്റെ തീരുമാനം. കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകുമെന്നും ഫോർഡ് അറിയിച്ചിട്ടുണ്ട്. ഇവിടെ നിർമ്മിക്കേണ്ട ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്ന കാര്യത്തിൽ തീരുമാനമെടുത്തെന്നും പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞുവെന്നും തമിഴ്നാട് വ്യവസായ മന്ത്രി TRB രാജ അറിയിച്ചിട്ടുണ്ട്. ചെന്നൈയിലെ പ്ലാന്റിൽ കാർ തന്നെയാണോ നിർമ്മിക്കുക, അതോ എഞ്ചിനും മറ്റ് ഘടകങ്ങളും നിർമ്മിച്ച് കയറ്റി അയക്കുകയാണോ ചെയ്യുക എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. കാരണം ഇന്ത്യയിൽ കാർ നിർമ്മിക്കില്ല എന്നും കയറ്റുമതിക്കായി എഞ്ചിനുകളും മറ്റ് ഘടകങ്ങളും നിർമ്മിക്കുകയാണ് ചെയ്യുകയെന്നും നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. 2022 ഇന്ത്യൻ കാർ വിപണിയിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ച ഫോർഡ് ചെന്നൈ മറൈമലൈ നഗറിലെ ഫാക്ടറി പൂട്ടിയത്. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ കഴിഞ്ഞ വർഷം US സന്ദർശന വേളയിൽ നടത്തിയ ചർച്ചകളെ തുടർന്നാണ് തമിഴ്നാട്ടിലെ ഫാക്ടറിയുടെ പ്രവർത്തനം പുനരാരംഭിക്കുന്നതിന് ഫോർഡ് നടപടി തുടങ്ങിയത്. ജനപ്രിയ SUV ആയ എൻഡവർ നേരത്തെ ചെന്നൈയിലാണ് നിർമ്മിച്ചിരുന്നത്. പ്രവർത്തനം പുനരാരംഭിക്കുമ്പോൾ വൈദ്യുത കാറുകളുടെ നിർമ്മാണത്തിനായിരിക്കും ഈ ഫാക്ടറി ഉപയോഗിക്കുകയെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. മറൈമലൈ നഗറിനെ കൂടാതെ ഗുജറാത്തിലെ സാനന്ദിലാണ് ഇന്ത്യയിൽ ഫോർഡിന് ഫാക്ടറി ഉണ്ടായിരുന്നത്. വിൽപ്പന ഗണ്യമായി കുറഞ്ഞ് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നതോടെ ഇന്ത്യയിലെ പ്രവർത്തനം നിർത്താൻ ഫോർഡ് അന്ന് തീരുമാനിക്കുകയായിരുന്നു. തുടർന്ന് ഇന്ത്യ വിടുന്നതായി 2021 കമ്പനി പ്രഖ്യാപിക്കുകയും ചെയ്തു. 2022 ഫാക്ടറികൾ പൂട്ടി. ടാറ്റ മോട്ടോഴ്സ്, MG മോട്ടോർ തുടങ്ങിയ പല മുൻനിര വാഹന നിർമ്മാതാക്കൾ ചെന്നൈയിലെ പ്ലാന്റ് വാങ്ങാൻ താൽപര്യം പ്രകടിപ്പിച്ചിരുന്നുവെങ്കിലും പ്ലാന്റ് വിൽക്കാനുള്ള പദ്ധതിയിൽ നിന്ന് ഫോർഡ് പിന്തിരിഞ്ഞു. ഗുജറാത്തിലെ ഫാക്ടറി ടാറ്റയ്ക്ക് കൈമാറിയെങ്കിലും തമിഴ്നാട്ടിലെ ഫാക്ടറി ഇപ്പോഴും ഫോർഡിന്റെ കൈവശം തന്നെയാണുള്ളത്. വർഷം 1,50,000 കാറുകളും 3,40,000 എഞ്ചിനുകളും നിർമ്മിക്കാനുള്ള ശേഷിയുണ്ട് ഈ പ്ലാന്റിന്. അതേസമയം ഇന്ത്യയിൽ പുറത്തിറങ്ങിയത് മുതൽ ടൊയോട്ട ഫോർച്യൂണറിന്റെ പ്രധാന എതിരാളിയായിരുന്നു ഫോർഡ് എൻഡവർ. ഫോർഡ് ഇന്ത്യൻ വിപണി വിട്ടതോടെ ടൊയോട്ട ഫോർച്യൂണർ വിപണിയിൽ ആധിപത്യം സ്ഥാപിക്കുകയും ഇന്ത്യയിൽ ഒരു കുത്തക കൈവരിക്കുകയും ചെയ്തു. ഫോർഡ് എൻഡവർ പുതിയ രൂപത്തിലും ഫീച്ചറുകളിലും എത്തുമെന്ന റിപ്പോർട്ടുകൾക്കൊടുവിലാണ് ഇന്ത്യയുടെ ഫോർഡ് എൻഡവറായി ഫോർഡ് എവറസ്റ്റ് 2025 അവസാനമോ 2026 തുടക്കത്തിലോ ഇന്ത്യയിൽ പുറത്തിറങ്ങുമെന്ന വാർത്ത എത്തിയത്.